പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വിട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്നു പുത്ര. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങാണ് അമ്മച്ചി. കൊച്ചുകുട്ടി ചായ, നമ്മള് വൈകിയൊന്നുമില്ലല്ലോ? ഇല്ല, നേരമുണ്ട്. എന്നാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതുവാ, കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ചടങ്ങിന് കുര്യാക്കോസ് അവിടെ വരെ പോവുക, ആ പെണ്ണിനെ ഒന്ന് കാണുക, അത്രേ വേണ്ടൂ. പ്രായം എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ. പെണ്ണും B.Ed പാസ്സായിട്ട് ഇപ്പോ 10-15 വർഷമല്ലേ ആയിട്ടുള്ളൂ. കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുര്യാക്കോസിനെ കുറിച്ച് വലിയ ഹൈ ഒപ്പീനിയനാ. എന്നാ നമുക്കിത് താമസിക്കണ്ട. വാ വാ, ഇറങ്ങാം. ഇറങ്ങാം. കുര്യാക്കോസേ, ഞാൻ ഇറങ്ങാം അമ്മച്ചി. ഹലോ, എവിടെയൊക്കെ തിരക്കിയാലോടെ തന്നെ ഒന്ന് കിട്ടുക? താനെന്താ ഓഫീസിൽ പോഞ്ഞേ? അതെ, ഞാനിപ്പോ ഒരു അത്യാവശ്യമായിട്ട് താനൊന്ന് ഇങ്ങോട്ട് വാ. മണി 4 5:20 ബാംഗ്ലൂർ ഫ്ലൈറ്റ്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം പുറപ്പെടും. കൊച്ചുകുട്ടി ചായ, എന്താ? പെണ്ണിന്റെ വീട്ടിൽ നിന്നാ. പെണ്ണ് കാണാനായി ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. അവർക്ക് ഇഷ്ടല്ലാന്ന്. എന്താ അങ്ങനെ? അതെങ്ങനെ എനിക്കറിയാം? ഏഷണിക്കാരാ. കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരൊറ്റ കിടപ്പാ. അമ്മയുടെ മുറി പോലും പോയിട്ടില്ല. തള്ള വരാതെ അവിടെ നിന്ന് അനങ്ങില്ല, ഒന്നും കഴിക്കില്ല എന്നാണ് നിർബന്ധം. താൻ ബാംഗ്ലൂർ വരെ പോയി അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. മനസ്സിന്റെ വരട്ടെ. ടിക്കറ്റ് നാളത്തേക്കുള്ള റിട്ടേൺ ഉണ്ട്, സൂക്ഷിച്ചോളണം. ഞാൻ ശരിക്കും ബാംഗ്ലൂർക്ക് പോണോ അതോ ഇവിടെ എങ്ങാനും ചുറ്റിക്കറങ്ങി വിടണം? ബാംഗ്ലൂർ പോകേണ്ട കാര്യത്തിൽ ബാംഗ്ലൂർ പോകേണ്ട എങ്ങനെ? ഞാൻ എന്താ കളിക്കുന്ന എന്റെ വിചാരം? ഒക്കെ അറിയാലോ എനിക്ക്. ഒന്ന് വേഗം ചെല്ലടോ. ഇങ്ങനെ പട്ടിണി കിടന്നോണ്ടൊന്നും പ്രശ്നം തീരില്ല. ചായയും ഇപ്പൊ പൊരിച്ചെടുത്ത കട്ട്ലേറ്റും ഉണ്ട്. കഴിക്കണോ അതോ ചൂടോടെ എടുത്ത് കളയണോ? പിള്ളേര് കാണാതെ ഇവിടെ എവിടെയെങ്കിലും എടുത്ത് വെച്ചേക്ക്. മിക്കവാറും അത് മമ്മിയായിരിക്കും. അപ്പുറത്തെ മുറിയിൽ ഫോൺ എടുത്താ മമ്മി ഡാഡി സംസാരിക്കുന്നത് കേൾക്കാം. ചെല്ല്, വാ 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 വാ. ഹലോ, ഞാൻ കുര്യാക്കോസാണ്. എന്തായി? മേഡത്തിനെ കണ്ടു. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറ. എന്നിട്ട് എനിക്ക് അങ്ങനെ 2 കുട്ടികളും ഇല്ല, അങ്ങനെ ഒരു വീടും ഇല്ല, അങ്ങനെ ഒരു ഭർത്താവില്ല എന്നും പറഞ്ഞു. മേലിൽ ഇത്തരം കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞു. കുട്ടികൾ പട്ടിണി കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അവിടെ കണ്ടതും കേട്ടതും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു. കുറച്ച് കൂടുതലും പറഞ്ഞു. രാവിലെ ഇങ്ങോട്ട് പോരും. കുര്യാക്കോസായിരുന്നു. ഇങ്ങനെ ഒരു ഭർത്താവും മക്കളും അവൾക്ക് ഇല്ലാന്ന്. ഇനി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. എങ്ങനെയുണ്ട്? ശിവരാമേട്ടൻ ഇത് അമ്മയോടും പിള്ളേരോടും പറയണ്ട, അവര് വിഷമിക്കും. എന്തായി ശിവരാമ? എല്ലാം പതിവ് നാടകങ്ങൾ തന്നെ. ഫോണോടത്തോളം അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് എന്താ ചെയ്യാ? ഞാനും അതാ ആലോചിച്ചേ. പക്ഷെ ഇങ്ങനെ ഇത് എത്ര നാൾ കൊണ്ടുപോകും? ഉടനെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. കുട്ടം വല്ലതും കഴിച്ചോ? കുട്ടികള് മക്കളെ ഓടിവാ. എന്നാലും ഈ അച്ഛമ്മയുടെ അടുത്ത് വരാൻ ഇത്ര വൈകിയല്ലോ. ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയല്ലേ അച്ഛമ്മ, മമ്മിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. എന്നാലും ഇത്ര കടുപ്പമായി പോയി സുധി. ശിവരാമ, കുട്ടിയോട് പിണക്കമൊക്കെ തീർത്ത് വന്നു കുട്ടനോട് എന്ന് പറ. പക്ഷെ എന്റെ പിണക്കാത്ര പെട്ടെന്നൊന്നും തീരൂല. ആ മമ്മിയുടെ കാര്യം ഒരിക്കലും ഇനി സംസാരിക്കില്ല എന്ന് വാക്ക് തരണം, എങ്കിലേ എന്റെ പിണക്കം തീരൂ. മമ്മിയെ വിളിച്ചോണ്ട് വന്നിനി ഒരിക്കലും ഡാഡിയുടെ അടുത്ത് പറയില്ല.
ഞങ്ങളുടെ മമ്മിയെ ഞങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചോളാം. അതെങ്ങനെ? അതൊക്കെയുണ്ട്. ഞങ്ങൾക്ക് മമ്മിയുടെ ഒരു ഫോട്ടോ തന്നാ മതി. ഓ, ഫോട്ടോയും തരില്ല, പേരും പറഞ്ഞു തരില്ല, അഡ്രസ്സും പറഞ്ഞു തരില്ല. അതൊക്കെ മറക്കണം, മറന്നേ പറ്റൂ. ഡാഡി മറന്നോളൂ, പക്ഷെ ഞങ്ങൾ മറക്കില്ല. അച്ഛമ്മ ഒന്ന് പറഞ്ഞ അച്ഛമ്മ, ഞങ്ങളുടെ മമ്മിയെ കണ്ട എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ മമ്മിയെ പറ്റി പറഞ്ഞ അച്ഛമ്മയ്ക്ക് ആകെ സങ്കടാവും കുട്ടിയെ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. വാ, എന്തൊക്കെയാണ് അറിയേണ്ടത്? മമ്മി എങ്ങനെയാ ചിരിക്കുന്നേ, മമ്മി എങ്ങനെയാ നടക്കുന്നേ, മമ്മിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെ ഇരിക്കും, മമ്മിക്ക് സങ്കടം വന്നാൽ എങ്ങനെ ഇരിക്കും, മമ്മിക്ക് സ്നേഹം വന്നാൽ എങ്ങനെ ഇരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. ആരാണ് വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയത്? ഞാൻ തന്നെ. എത്രയാണ് നഷ്ടപരിഹാരം? 4 കോടി രൂപ. നോട്ടീസ് നമ്മുടെ വക്കീലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വക്കീല് മറുപടി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. നാളെ മറ്റന്നാളോ ഇങ്ങോട്ട് കൊടുത്തുവിടാന്ന് പറഞ്ഞു. ഞാൻ നേരിൽ പോയി ബാംഗ്ലൂർ സൈറ്റ് സന്ദർശിച്ച് മടങ്ങി വരുന്നവരെ ഇക്കാര്യത്തിൽ യാതൊരു ആക്ഷനും എടുക്കാൻ പാടില്ല. ഒന്നും ഫയൽ സെബാസ്റ്റിനെ ഏൽപ്പിക്കുക. ഇത് കംപ്ലീറ്റ് പഠിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് എനിക്ക് കിട്ടണം ഉടനെ. യെസ് സർ. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരെക്കാളും പ്രായ കൂടുതലുണ്ട് ഈ കമ്പനിക്ക്. ഇങ്ങനെ ഒരു പരാതിയും വക്കീൽ നോട്ടീസും ഇത് ആദ്യമാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ എത്തുന്നുണ്ടെന്ന് ബാംഗ്ലൂർ ഓഫീസിലും ഗസ്റ്റ് ഹൗസിലും വിളിച്ച് പറഞ്ഞേക്ക്. പോകാനുള്ള ഏർപ്പാടും ചെയ്യും. ഓക്കെ സർ. പോയാ അവൻ എപ്പോഴാ വരിക? അറിയില്ല. ഒന്നും ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ താഴത്തേക്ക് വരും, നേരിട്ട് ചോദിക്കുക. പെട്ടികൾ കാറിൽ വെച്ചോ ശിവനവേട്ട? ഒക്കെ വെച്ചു എന്നാ തോന്നണേ. എന്നാലും നോക്കിയേക്കാം. എന്താ കുട്ടാ കുഴപ്പം? നമ്മുടെ കമ്പനി ബാംഗ്ലൂർ പണിയുന്നത് ഒരു 24 നില കെട്ടറ. ആ, ലിഫ്റ്റിന്റെ പണിക്കാരെ വന്നപ്പോ പറയുന്നു കെട്ടിടത്തിനൊരു ചെരിവുണ്ടെന്ന്. അതിന്റെ കോലാഹല. ഏതായാലും മെനക്കെടായി. ഞാൻ തന്നെ പോയാലേ ശരിയാവും. പോയാ നീ എപ്പോഴാ വരിക? പറ്റില്ല. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ദേഷ്യം പിടിക്കും. ഞാനല്ലേ പറയണേ, ഒന്നും മിണ്ടാണ്ടൊക്കെ കുട്ടികളെ. ഇങ്ങനെ പറഞ്ഞാ കേക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ നോക്കൂ. എന്താ എന്താ എന്താ? ഡാഡിയുടെ കൂടെ ഞങ്ങളും ബാംഗ്ലൂർക്ക് വരിക. ബാംഗ്ലൂർക്കോ? എന്തിനാ ബാംഗ്ലൂർക്ക് വരുന്നത്? ഈ വെക്കേഷന് ഞങ്ങൾ ഫുൾ ടൈം ഡാഡിയുടെ കൂടെ കഴിയാൻ പോവാ. ഡാഡി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോറടിക്കും. ഞാൻ ഇന്ന് പോയ നാളെ ഇങ്ങ് വരില്ലേ? എന്നാലും സാരല്ല, ഞങ്ങളും വരും. വേണ്ട, ആരും വരണ്ട. ഇത് ഓഫീസ് കാര്യത്തിനാ പോകുന്നത്, പിക്നിക്കിനല്ല. ഞങ്ങളും വരിക ഡാഡി, പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളും വരും. അടികൊള്ളരുത് അനുവിന്റെ കയ്യിൽ നിന്ന്. അച്ഛമ്മേ, നാശായല്ലോ ശിവരമേട്ട. ഇവരോട് ആരാ ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം പറഞ്ഞേ? സാരല്ലാന്നേ, അവര് വന്നോട്ടെ. ഇറങ്ങാൻ നേരത്തുള്ള ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഒഴിവാക്കാം. അവിടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറക്കണ്ട. കരയണ്ട കരയണ്ട കരയണ്ട, അച്ഛമ്മയല്ലേ പറയണേ. നിങ്ങൾ എന്തിനാ അമ്മയെ ശല്യപ്പെടുത്തുന്നേ? കൊന്നോളൂ. ഈ അനുവിന് തൊട്ടാക്കരത്തിൽ കുറെ കൂടുന്നുണ്ട്. ഇനി ടിക്കറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒന്ന് വിളിച്ച് ഏർപ്പാടാക്കാൻ പറ ശിവരാമേട്ട. വാ, അച്ഛമ്മയോട് പറഞ്ഞിട്ട് വാ. പോയിട്ട് വരാം അച്ഛമ്മ. പോയിട്ട് അമ്മേ. ടാറ്റാ. ആ, ശരി ശരി. ഹലോ, കൊടുക്കാം. യെസ്, ഡാനിയലൂട്ടി ഹിയർ. കുട്ടിയും കുട്ടികളൊന്നും വേണ്ട, വെറും ഡാനിയൽ മതി. എന്നാ വെറും ഡാനിയൽ ഹിയർ. ആ, കുട്ടനും കുട്ടികളും അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടി പോയിട്ടുണ്ട്, ഇപ്പൊ എത്തും. എയർപോർട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോ പ്ലെയിൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി വല്ല ആഫീസിലേക്കാറ്റ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ആ, അമ്മയുടെ കയ്യിൽ കൊടുക്കാം. ഡാനിയലൂട്ടി, ബാംഗ്ലൂരിൽ പുറത്തൊക്കെ പോണോന്നും പറഞ്ഞു കുട്ടികൾ നിർബന്ധം പിടിക്കും. ഒരു കാരണവശാലും വിടരുത്. ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ആ, അവർക്ക് രാവിലെ പാലിൽ റൊട്ടി മുക്കി. അതൊക്കെ അദ്ദേഹം എത്തിപ്പോയിന്നാ തോന്നുന്നു. ഞാനിന്ന് നോക്കട്ടെ. അയ്യോ, കുട്ടികൾ ഉറങ്ങിപ്പോയോ? ദേ നോക്കിക്കേ, മോനെ മോളെ. ദേ ഡാനിയൽ ടെങ്കിൾ നോക്കിക്കേ, മോനെ. ഹലോ ഹലോ, ദേ എന്തൊക്കെ കളിസാമാനങ്ങളാന്ന് നോക്കിയേ. കാറുണ്ട്, ജീപ്പുണ്ട്, ബലൂണുണ്ട്, ജിരാസി പാർക്ക് ഉണ്ട്, തീവണ്ടി ഉണ്ട്. മോനെ. ഹലോ ഹലോ, ഇങ്ങനെ ഉറങ്ങിയാലെങ്ങനെയാ? പഴം കഴിക്കണ്ടേ, പാല് കുടിക്കണ്ടേ? മോനെ മോളെ. എടോ ഡാനിയലേ, താൻ ഇങ്ങോട്ട് വർത്താനം പറയടോ. ഇത് STD ആടോ. ഇപ്പൊ കണ്ണു തുറക്കും.
എന്നിട്ട് പാല് ചോദിക്കും, കേക്ക് ചോദിക്കും, മോളെ മോനെ ഉന്തല്ലേ മോനെ. ഞാനിലൂടെ ഇത്രയും ശ്രമിച്ചിട്ട് അവർ ഉണർന്നില്ലല്ലോ. ഇല്ല. എന്നാ ഇനി വിളിക്കണ്ട, രാവിലെ അവർ തനിയെ ഉണർന്നോളും. അയ്യോ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഫ്ലൈറ്റ് നല്ലോണം കഴിച്ചു, അത് മതി അവർക്ക്. പെട്ടിയെടുത്ത് വയ്ക്കും. ഓ, ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? ഹലോ പുല്ലേ, ഞാൻ ഓഫീസിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. വരാൻ വൈകും. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം. ശരി സാർ. കുട്ടികളെ നോക്കിക്കൊള്ളാം. ഓ, ഈ കണക്ക് ഞാൻ ഇനി 7 ദിവസം കൂടെ ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ. മടുത്തു. ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന പുലിവാലിൽ ഞാനാണ് വലയുന്നത്. വന്നിട്ട് 6 ദിവസമായി. ഇതുവരെ കുട്ടികളോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ ഏതായാലും ഒന്ന് നേരത്തെ പോവാ. അവരുറങ്ങുന്നതിന് മുമ്പ് അവരോട് ഇത്രയേരെങ്കിലും വർത്താനം പറയണം. ഇല്ലെങ്കിലേ പെട്ടിയുണ്ടേ ഇതാ ഞാൻ പോവാ. എന്താ എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത്? വിളി വന്നില്ല. വിളിയോ? എന്ത് വിളി? 1 2 3 4 എന്ന വിളി. 1 2 3 4. അതെ, 1 2 3 4 എന്ന വിളി കേൾക്കാതെ അനങ്ങിയ പിള്ളേര് ചൂടാവും. അവരെവിടെ? ഒളിച്ചു കളിക്കുക. ഇതുവരെ വെളി വന്നില്ല. ഇന്നലെ 1 മണിക്കൂർ കഴിഞ്ഞാ വിളിച്ചത്. ഇന്നിപ്പോ 2 മണിക്കൂർ ആവുന്നു. 2 മണിക്കൂറോ? ഓ, അന്വേഷിച്ചോ. ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ, ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ. ഇവിടുണ്ടേ, ഇവിടുണ്ടേ, ഇവിടെ ഇല്ല. ഞാൻ കണ്ടുപിടിക്കാം, ഞാൻ കണ്ടുപിടിക്കാം. ഹലോ സുധി, അവിടെ ഇല്ല, ബാത്റൂമിലുണ്ടാവും. ബാത്റൂമിൽ. ഹലോ മോനെ കണ്ടേ, ഇവിടെ ഇല്ലല്ലോ. സുധി, ഹലോ സുധി, സുധി. ഹലോ പിള്ളേരെ എവിടെയും കാണുന്നില്ല. ഹലോ അനു, ഇത് എവിടുന്ന്? ഞങ്ങൾ ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിൽ നിന്നാ. എവിടുന്ന്? എവിടെന്നാ പറഞ്ഞേ? മമ്മിയുടെ വീട്ടിൽ നിന്ന്. കളിക്കാതെ കാര്യം പറയാനോ. എവിടെന്നാ? മമ്മിയാ ഞങ്ങൾ കണ്ടുപിടിച്ചു ഡാഡി. ഞങ്ങൾ ഇന്ന് മമ്മിയുടെ കൂടെയാ കിടക്കുക. അത് പറയാനാ വിളിച്ചത്. ഫോണൊന്ന് കൊടുക്ക. ആർക്കോ? മമ്മിക്കോ? മമ്മി സംസാരിക്കില്ല. ഡാഡി ഇവിടെ വന്ന് മാപ്പ് പറയാതെ മമ്മി ഒന്നും സംസാരിക്കില്ല. വരൂ ഡാഡി, ഇപ്പോഴത്തെ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 ലവ് ഷോർ, ബാംഗ്ലൂർ നോർത്ത്. ഫോണിലൂടെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങള് വരില്ല. മമ്മി വിടുകയില്ല. മമ്മി വേണ്ട, മമ്മി വരില്ല. ഡാഡി മാപ്പ് പറഞ്ഞാലേ മമ്മി വരൂ. ഒന്ന് വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതോ ഞാൻ അകത്തേക്ക് വരണോ? മാപ്പ് പറ, അപ്പ വരും. ശരി, ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. തോറ്റു. ഇപ്പൊ ഡാഡി ശരിക്കും തോറ്റു.
ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം. ഒരു ചെറിയ മാപ്പ്, ചിന്ന മാപ്പ്, ചിന്ന ചിന്ന മാപ്പ്. അതിനീ കുഞ്ഞു കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നോ ഈ ഡാഡി? പാവങ്ങള്. സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെത്ര കൊതിച്ചു, എത്ര കഷ്ടപ്പെട്ടു, എത്ര സഹിച്ചു. ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി ചിന്ന ആശ, ചിന്ന ചിന്ന ആശ. ആ ആശകളെ പറ്റി ഈ ഡാഡി വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ അറിയുന്നവർ വേറെ ആരാ? വേറെ ആരുമില്ല. ഇല്ല. അപ്പൊ മമ്മിക്കോ? മമ്മി. ശരി പാപ്പ. മമ്മി കണ്ടോ കണ്ടോ, മമ്മിയെ പറ്റി പറയുമ്പോഴുള്ള ദേഷ്യം കണ്ടോ? അനു പാപ്പ. ഇല്ല, ഞങ്ങൾ വരില്ല. കളി കുറച്ച് കൂടുന്നുണ്ട്. വരാനല്ലേ പറഞ്ഞത്? വാ പോവാം. ഇല്ല, ഇന്ന് ഞങ്ങൾ മമ്മിയുടെ കൂടെയാ. വരാനല്ലേ പറഞ്ഞത്? മമ്മിയെ പറ്റി എന്തൊക്കെയാ കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ? മമ്മി ദുഷ്ടയാണ്, സ്നേഹം പുറത്തേ ഉള്ളൂ, അകത്തില്ല, കോപം വന്നാ കടിച്ചു കീറാൻ വരും. ഛെ, അതൊക്കെ പോരാഞ്ഞു വല്ലാത്തൊരു വാശിയും. എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല, മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ. ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നോ ഒരു പാവം മമ്മിയോട്? അവസാനം തോറ്റതാരാ? ഞാൻ. അങ്ങനെ തോറ്റു തൊപ്പിയിട്ട് ഡാഡി പിള്ളേരെ കൊണ്ട് പോയി. അവിടെ കഥ തീർന്നു. വാ. ഇല്ല, വാ. ഞങ്ങൾ വരില്ല. വരാനാ പറഞ്ഞത്. വാ, ഇവിടെ. വാ. ഞങ്ങൾ വരില്ല. ഡാഡി, വരാനല്ലേ പറഞ്ഞത്? വരില്ല. അവിടെ. വേണ്ട, വാ, ഇവിടെ, അനു. ഇനി അവരെ വേദനിപ്പിക്കണ്ട. പറയുന്ന കേക്ക്. എന്തിനാ ഈ ടെൻഷനും ദേഷ്യമൊക്കെ? സമാധാനം ഉണ്ടാക്കാം. ഇന്ന് മമ്മിയുടെ കൂടെ നിന്നാ മതി. വാ. ഇന്നൊരു ദിവസം ഇവിടെ നിന്നു വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല. ഇത് ലവ് ഷോറാ. ലവ് ഷോർ എന്ന് വെച്ചാ സ്നേഹതീരം. ഈ തീരത്തുനിന്ന് എത്ര സ്നേഹം വേണേലും വാരിയെടുക്കാം കുട്ടികൾക്ക്. എന്താ ഉറക്കം വരുന്നോ? ഡാഡിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. കുടിക്കാൻ എന്താ വേണ്ടത്? രാത്രി 7:30 കഴിഞ്ഞാ പിന്നെ ചായ കുടിക്കില്ലല്ലോ. അയ്യടാ, അതൊന്നും മറന്നിട്ടില്ലല്ലേ? എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ? ആഹാ, എന്തൊരു ഓർമ്മ, എന്തൊരു സ്നേഹം. താങ്ക് യു. ഇഷ്ടമുള്ള നല്ല ഒന്നാന്തര സൂപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വരുമ്പോ തരാൻ. കുടിച്ചു നോക്ക്. പഴയ രുചിയൊന്നും കാണില്ല ചിലപ്പോ. ഏയ്, അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ രുചി കൂടാനാണ് ചാൻസ്. ഉറങ്ങിക്കോളൂ.